بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് ഓരോന്നും ഓരോ സെക്കൻഡുകളിലായി പിന്തിരില്ലാതെ മുൻപിലില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ആ തീരുമാനം ഇവിടെ നടന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നാം ചേർന്നിട്ടുള്ള ഈ ചെന്നാർ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയൊരു ആത്മീയ നേതൃത്വം നൽകിയ ഒരു ഉസ്താദ് നമ്മുടെ ചെന്നാർ പള്ളിയിൽ ദീർഘകാലം സേവനം ചെയ്തിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ കരീം ഹാജിയുടെ വന്യപിതാവ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പണ്ഡിതന്മാരുമായിട്ടുള്ള ഒരു ബന്ധമുള്ള കുടുംബം, ആ കുടുംബത്തിൽ വന്ന മക്കൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളാണ്. നമ്മുടെ വേദിയിൽ അബ്ദുസ്സലാം നിസാമി ഉസ്താദ് ഇരിക്കുന്നുണ്ട്. SSFന്റെ വലിയ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം അബ്ദുൽ അസീസ് തുടങ്ങി ഇവരെല്ലാം പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർക്കാവുന്ന, നേരത്തെ നജൂർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, ഒരു സംഘടനാ പ്രവർത്തനം എന്നതിന് മാത്രം ഒതുങ്ങാതെ ഒരു വിശാലമായ സുന്നി പ്രവർത്തനം നടത്തിയ ആ ഒരു തൗഫീഖ് കിട്ടിയ ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ കരീം ഹാജി എന്ന് പറയുന്നത്. SSFന് പ്രവർത്തിച്ചു, SVS പ്രവർത്തിച്ചു, മുസ്ലിം ജമാഅത്തിൽ നേതൃത്വം നൽകി എന്നതിനേക്കാൾ പുറമെ ഈ സുന്നി സംഘകുടുംബം എവിടെയെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കയറി ചെല്ലുകയും അതിന് രാത്രിയാണോ പകലാണോ, അതിലേക്ക് ഇന്നലായാൽ ശത്രുക്കൾ സൃഷ്ടിയാകുമോ മിത്രങ്ങൾ സൃഷ്ടിയാകുമോ, അതൊന്നും നോൽക്കാതെ തന്നെ ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും കയറി ചെല്ലുകയും ധാരാളം കാര്യങ്ങളിൽ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലും എല്ലാവരും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള വിജയങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വാങ്ങിത്തരാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ കരീം ഹാജി എന്ന് പറയുന്നത്. ഇങ്ങനെ വർണ്ണിച്ചാൽ തീരാത്ത സംഭവങ്ങൾ പറയാനുണ്ട്. സ്ഥാപനങ്ങൾക്കും ധാരാളമായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ലോകത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. ഇവിടെ വന്ന എൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, മുഅ്മിനീങ്ങളോട് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് രണ്ട് കാര്യം നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ തറപ്പിച്ചു പോകേണ്ടതുണ്ട്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത് അതാണ്. ഒന്ന്, ഈ സദസ്സുകൊണ്ട് അബ്ദുൽ കരീം ഹാജിക്ക് ഖബറിൽ വലിയ സന്തോഷമുണ്ടാകണം. അബ്ദുൽ കരീം ഹാജിയുടെ ജ്യേഷ്ഠൻ ഫയാസ് ഹാജിക്ക് ഖബറിൽ വലിയ സന്തോഷമുണ്ടാകണം. അതുപോലെ ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ കരീം ഹാജിയുടെ പിന്നൊരു സഹോദരൻ ഷംസുദ്ദീൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലാഹു തആല സ്വർഗം നൽകട്ടെ. അതുപോലെ അതിനു മുമ്പോ ശേഷമോ പിന്നൊരു ജ്യേഷ്ഠനും കൂടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. 4 വ്യക്തിത്വങ്ങളാണ് ഈ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞു പോയത്. അവർക്ക് ആഖിറത്തിന്റെ വിജയം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ ഈ സുന്നി സംഘകുടുംബത്തിൽ നമുക്ക് സാധിക്കണം. ആ കൂട്ടത്തിൽ അല്ലാഹു മജ്ലിസപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് ആഖിറത്തിൽ സന്തോഷിക്കാൻ കഴിയണം. പാതിരാ സമയത്ത് ഉറക്കില്ലാത്ത യാത്രകൾ ചെയ്തിട്ടുള്ള കരീം ഹാജി ഇന്ന് ഇരുപ്പറയിലിരിക്കുമ്പോൾ ഈ സദസ്സ് കണ്ടുകൊണ്ട് തന്നെ വലിയൊരു ഖബറിലേക്ക് എത്തണം. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി
ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ് എത്തിയത്. തഹ്ലീലുകൾ ചൊല്ലിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തൗഫീഖാണ്. ഇതാണ് എനിക്ക് ഒന്നാമതായ ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത് എന്റെ കൽബിൽ ഉദിക്കുന്നത്, ഓ എന്റെ SYS-ന്റെ പ്രവർത്തകരെ, ഓ SSF-ന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളെ, നാം ദുനിയാവിൽ ധാരാളം സമ്പാദിക്കാൻ കഴിയും, നമുക്ക് എത്രയും സമ്പാദിക്കാൻ കഴിയും. പക്ഷേ നാം സമ്പാദിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ സംഘകുടുംബത്തിലെ ആ പ്രവർത്തനങ്ങളാണ്. അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ ഒരു പക്ഷേ 3 ദിവസം ഓർത്തേക്കാം, 4ാമത്തെ ദിവസം അവർ അവരുടെ പാടുമായി പോയേക്കാം. എന്നാൽ നമ്മൾ നോക്കിയത് നമ്മുടെ കുടുംബക്കാരല്ലെങ്കിലും നമുക്ക് ആ അത്രത്തിലുള്ള വലിയൊരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിലും അബ്ദുൽ കരീം ഹാജിയുടെ വിഷയം അറിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നല്ലോ. എന്നാൽ അതുപോലെയുള്ള ഒരു മരണം നമുക്ക് വരാനുണ്ട്. ആ മരണത്തിന് ശേഷം സുന്നി സംഘകുടുംബത്തിലെ മുഅ്മിനീങ്ങളും നേതാക്കളും കൂട്ടത്തിലൊരു മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോൾ അത് ഞാൻ പോകേണ്ടതാണ്, എനിക്ക് ഏറ്റവും ബന്ധമുള്ള വ്യക്തിയാണെന്ന് എല്ലാവരും ഓർത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നമുക്കൊരു മോട്ടിവേഷനായി ഈ സദസ്സിനെ നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദ്കുറൂ മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ ആവേശമാണ്. അവരുടെ ജീവിതം ഉണ്ടാക്കി എത്തിച്ചേർന്നാൽ നാം ആരാരുമില്ലാതെ ഒറ്റക്കായി കബറിൽ കിടക്കുമ്പോൾ നമുക്ക് നാം അറിയാത്ത, നാം പരിചയമില്ലാത്ത മുഅ്മിനീങ്ങൾ നമുക്ക് തഹ്ലീലുകൾ ചൊല്ലി ഹദിയ ചെയ്യും, നമുക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യും, ദുആകൾ ചെയ്ത് നമ്മൾ സമാധാനിപ്പിക്കാൻ ഈ സുന്നി പ്രസ്ഥാനം ഉണ്ടാകും. ആഖിറത്തിൽ കയറി ചൊല്ലുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ കരങ്ങളിൽ നൽകിയ മഹാനായ ശൈഖുന താജുൽ ഉലമ നമ്മെ ഓർക്കുന്നുണ്ടാകും, നമ്മെ വിളിക്കുന്നുണ്ടാകും. മഹാനായ കൊണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള നിഷ്കളങ്കരായ ഔലിയാക്കൾ, അതേ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ പാരത്രികലോകത്ത് നമ്മോട് കൂടെ ഉണ്ടാകും, നമ്മുടെ രക്ഷപ്പെടുത്താനുണ്ടാകും. അത് നാം ചെയ്തു വെക്കേണ്ടത്, അതിനു വേണ്ടി നാം ഒരുങ്ങി വെക്കേണ്ടത് ഈ സംഘ കുടുംബത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് കരീം ഹാജിയെ കരുതികൊണ്ട് വീട്ടിലൂടെ പരിസരത്തിൽ നിന്ന്, അങ്ങനെ അപ്പുറം ഉപ്പിനങ്കടി പരിസരത്തിൽ നിന്ന്, മറ്റുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ ഓടി വന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആകട്ടെ. ബഹുമാനപ്പെട്ട കരീം ഹാജിക്കും ഫയാസ് ഹാജിക്കും അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന് ഇതൊക്കെ സഹിക്കാനുള്ള എല്ലാ സ്വബറുകളും ക്ഷമകളും അല്ലാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്നിട്ടുണ്ട്, പുതിയാപ്പിളുകളുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബർക്കത്തും സന്തോഷവും റാഹത്തും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കാനുള്ള ഒരു വേ ആയി അല്ലാഹു കബൂലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസരത്തെ നന്ദി രേഖപ്പെടുത്തി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.